ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ വിഷുവിൻ്റെ തലേസത്തെ പേരാണ്. വിഷു ആയതുകൊണ്ട് പറക്കണ്ടാവല്ലോ, അതുപോലെ ഞങ്ങളും പറക്കം വാങ്ങിച്ചു, കുറച്ച് പറക്കൊക്കെ പൊട്ടിച്ചു. ഇനി വിഷുവിൻ്റെ തലേസോടെ വിഷു വാണി എന്ന് പറഞ്ഞ പേരോട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷുവാണിയും കാണാനായിട്ട് കുച്ചുവേട്ടനും കുച്ചുവേട്ടൻ്റെ അമ്മയ്ക്ക് വന്നു. ഞങ്ങളെല്ലാവരും കൂടി വിഷുവാണി തന്നെ പോയി. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാനും ടുട്ടും കുഞ്ഞിനെ കൂടി വിഷുവാണിയും കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ പോയപ്പോൾ കുറച്ച് ചേച്ചിമാരുടെ തിരുവാതിര പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചേരെ കണ്ടുനിന്നു. ഇത്ര ദിവസം ബ്ലോഗ് ഇടാത്തതിൻ്റെ കാരണം അവൾക്ക് എക്സാമും പഠിപ്പൊക്കെ ആയതുകൊണ്ടാണ് അവൾ ബ്ലോഗ് ഇടാതിരുന്ന റീസൺ. ഇനി എന്തായാലും വീഡിയോസൊക്കെ വരും. ഞങ്ങൾ കണ്ടല്ലേ അവൾക്ക് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞപ്പോൾ കുറച്ചേട്ടത് അമ്മമാരനെയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ പാടത്തിൽ പിടിച്ച മീനുകളൊക്കെ ഉണ്ട്, കുറേ പരക്കണ മീനുകളൊക്കെ ഉണ്ട്. കണ്ണ മീനെ തോന്നുന്നു, എനിക്ക് അറിയില്ല മീനുകളെ പറ്റിയിട്ട്. അതൊക്കെ നോക്കി ഞങ്ങൾ നിന്നു. അപ്പം എന്നെ വീട്ടിട്ടുണ്ട് അയൽവാസിയായ അമ്മ ചേച്ചീനും അമ്മ ചേച്ചിയുടെ അനിയത്തീനും അമ്മ ചേച്ചിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ടാട്ടെ ഇവരൊക്കെ വീഡിയോ എടുക്കണ കാത്താനെങ്ങനെ മാറി നിൽക്കണേ. പിന്നെ അവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ നിന്ന് കുറച്ച് അത് കഴിഞ്ഞപ്പോൾ അവിടെ പന്നീനൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കി നിന്ന് ഞാനൊക്കെ അത് ഫസ്റ്റ് ടൈമാണ് തന്നെ. പന്നി അവിടെ ഒരു പന്നി കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ അല്ലെങ്കിൽ കൊല്ലണേ ആഴ്ച പന്നി കിടക്കുന്നുണ്ട്, പാവം പന്നി. അത് കഴിഞ്ഞപ്പോൾ അവിടെ തട്ടുകളുണ്ട്, കുറേ പടകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നിനും ഗൂഗിൾ പേ ഇല്ല, കാരണം അതൊക്കെ പണ്ട് ടൈപ്പ് ഉണ്ടായിരുന്ന. കാരണം പണ്ട് കാലത്തുള്ള മാർക്കറ്റ് പോലെയാണ് അവിടെ വാണി നടക്കണേ. അപ്പം അവിടെ ഗൂഗിൾ പേ ഉണ്ടാവില്ല, റെഡിക്കേഷൻ. അപ്പം അവിടെ കുറേ കത്തികളൊക്കെ വെക്കണ ചേട്ടനായിട്ട് മനസ്സിട്ട് നല്ല മൂർച്ചയുള്ള കത്തി നോക്കി മേടിച്ചു. പിന്നെ ഇതൊക്കെ ഒരു അമ്മ ഉണ്ടാക്കിയ കൃഷ്ണനാണ്, ഒക്കെ കളിമണ്ണുണ്ടാക്കിയ ആള് പറഞ്ഞത്. കാരണം നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ, നമ്മൾ നോക്കിനത് പോകും. അതുപോലെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നാ കൃഷ്ണനൊക്കെ. പിന്നെ വിഷുവാണി ആയതുകൊണ്ട് വിഷു കണിയിലാണ്ട് എന്ത് വിഷുവാണിയും അപ്പം അതും കണ്ടു. അവിടുന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് ചിറ്റക്കി. അതാണ് അവിടെ നമുക്ക് കാണിക്കണേ. പിന്നെ വിശപ്പിൻ്റെ വഴി വന്നപ്പോൾ ഞങ്ങൾക്ക് വിഷുന്നു. അപ്പോൾ ഞങ്ങൾ പനി ഉപയോഗിക്കാൻ പോയി. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ടേക്കാൻ പോയിട്ട് സ്റ്റെപ്പാണുള്ളത്. പിന്നെ ആള് 2 പനിപ്പരിക്കെടുത്ത് തിന്ന്. പിന്നെ ഞങ്ങളും കഴിച്ചു. എനിക്ക് വിശക്കുണ്ട്, അതുകൊണ്ട് ഒരെടുപ്പ് ഞാൻ അനിമേടി ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു എൻ്റെ അമ്മയും കൊച്ചു ചേട്ടനും ചേച്ചിയും ചിറ്റിയും എല്ലാവരും കഴിക്കുന്നുണ്ട്. അതായത് ഞാൻ അടുത്ത കട തപ്പിപ്പോയി. അവിടെ പോയപ്പോൾ മുളക് ബജ്ജി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ മുളക് ബജ്ജി കിട്ടിയപ്പോൾ എല്ലാവരും മുളക് ബജ്ജി തിന്നു. ഞാൻ അങ്ങനെ മുളക് ബജ്ജി തിന്നില്ല, ഞാൻ ഒരു ചെറിയ കഷ്ണം കഴിച്ചു. കൊള്ളാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ കരിമ്പ് ജ്യൂസിനുണ്ടേ അവിടെ. അത് ഞങ്ങൾ പഞ്ചിവിട്ടേ വാങ്ങി, അതും തിന്ന് ഞാൻ നടക്കുക. ഞാൻ തൊട്ട് തിന്ന് നടക്കണ്ടായിരുന്നു അവിടെ ഫുള്ളു. പിന്നെ ഞങ്ങൾ വീണ്ടും മീനുകളെടുത്ത് പോയി. എന്തായാലും കുറച്ച് മീനൊക്കെ മേടിച്ചു, അവർക്ക് പൈസയൊക്കെ കൊടുത്തു. അങ്ങനെ മീൻ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ മീനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഇതിലെ വോയിസ് ഓവർ പറഞ്ഞത് അവളുടെ കസിനാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വീട്ടിൽ പോട്ടെ. ബൈ.